ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ സ്കോട്ട്ലൻഡിൽ പോവാണ്. പോകുന്ന വഴിയാണിത്. നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 4 hours ഡ്രൈവ് ഉണ്ട് സ്കോട്ട്ലൻഡിലേക്ക്. സോ ഇതൊരു വേറെ കൺട്രി ആണെങ്കിലും നമുക്ക് അതിന് സ്പെഷ്യലായിട്ട് വിസ കാര്യങ്ങളൊന്നും വേണ്ട. ഇതൊക്കെ UK അണ്ടറിൽ വരുന്നതായതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ മൊത്തം മോട്ടോർ ഹൈവേസ് ആണ്. M1 M16 അങ്ങനെ പറഞ്ഞിട്ട് നമ്പേഴ്സ് വെച്ചിട്ടാണ് റോഡ് മൊത്തം. സോ അതിൻ്റെ ഇടയിൽ കുറേ സർവീസ് സ്റ്റേഷൻസ് ഇങ്ങനെ ഉണ്ടാവും. അതാണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ ഒരു ലോങ് ഡ്രൈവ് ജേർണി ആയതുകൊണ്ട് തന്നെ നമ്മൾ 2 സൈഡിലും ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുമായിരുന്നു. പണ്ട് കമ്പ്യൂട്ടർ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമ്മൾ കാണുന്ന ലാൻഡ്സ്കേപ്പ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത്. അന്ന് ഇതൊക്കെ റിയൽ പ്ലേസസിലുണ്ടോ എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ ബൈക്ക് റേസും കാർ റേസൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫുൾ പുൽമേടുകൾ ഉണ്ടായിരുന്നു. എനിക്ക് അതായിരുന്നു ഇത് കണ്ടപ്പോൾ ശരിക്കും ആദ്യം ഓർമ്മ വന്നത്. ത്രൂ ഔട്ട് ഇങ്ങനെ ഫുൾ ഇങ്ങനത്തെ നിരപ്പായ പുൽമേടുകൾ. സോ കണ്ടിരിക്കാൻ ഭയങ്കര രസമായിരുന്നു. സ്കോട്ട്ലൻഡിൽ നമ്മൾ കയറിയിട്ടുണ്ട്. ഇപ്പം സ്കോട്ട്ലൻഡ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലം, വേറെ ഒന്നും പറയാനില്ല. ഇവിടെ എവിടേക്ക് തിരിഞ്ഞാലും ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. റോഡിൻ്റെ 2 സൈഡും ഒരുപാട് ഗ്രീനറീസും ഭയങ്കര അടിപൊളി ലാൻഡ്സ്കേപ്പാണ് ഇവിടുത്തെ. നീ എന്നും സോ ഗൈസ് നമ്മളിപ്പോൾ സ്കോട്ട്ലൻഡിലെത്തി. ഭയങ്കര രസമുള്ള സ്ഥലം. ഇവിടുത്തെ എല്ലാ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഗ്രീനറി നിറഞ്ഞ ഭയങ്കര അടിപൊളി സ്ഥലങ്ങളാണ്. അത് നേരിട്ട് കണ്ടാൽ തന്നെ അതിൻ്റെ ശരിക്കുള്ള ഭംഗി മനസ്സിലാവുള്ളൂ. അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട്. സോ നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. മീൻസ് നമുക്ക് എല്ലാ സ്ഥലത്തും ഭയങ്കര നല്ല സ്ഥലത്തൊന്നും നമുക്ക് അയക്കാൻ പറ്റില്ല. അപ്പോൾ റൈഡേഴ്സ് നമുക്കിപ്പോൾ ഒരു ടാറ്റ തന്നാണ്. ഇതിപ്പോൾ ഒരു വ്യൂ ആണ്. ഇങ്ങനെയാണ് ത്രൂ ഔട്ട് റോഡുകൾ. ഇങ്ങനെ പുൽമേടുകളാണ്. അങ്ങനെ പാട്ടൊക്കെ പാടി പോകുമ്പോഴായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. ലൈക്ക് വേറൊരു കോൺട്രാസ്റ്റ് നിറത്തിൽ ഒരു സംഭവം. അപ്പോൾ ഞങ്ങളെ തന്നെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ അങ്ങോട്ടേക്ക് ടേൺ എടുത്തു. പക്ഷെ ഞങ്ങൾക്ക് അവിടേക്ക് വരെ എത്താൻ വേണ്ടി പറ്റില്ല. ഇത്രയും അടുത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റി. അപ്പം അതും ഭയങ്കര എക്സൈറ്റിംഗ് ആയി ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ ഫൈനലി സ്കോട്ട്ലൻഡ് സിറ്റിയുടെ അവിടെ എത്തി. സോ ഈ കാണുന്ന പോലെ ഭയങ്കര ഏൻഷ്യൻ ബിൽഡിങ്സാണ് മൊത്തം. അത് അങ്ങനെ തന്നെ അതിൻ്റെ പഴമ നിലനിർത്തിക്കൊണ്ടാണ് അവർ ആ ഒരു മൊത്തം സിറ്റി കൈകാര്യം ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിശയിക്കുന്ന രീതിയിൽ തന്നെയാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ വെച്ച് നോക്കുമ്പം അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയായാലും അവിടുത്തെ ഒരു ക്ലെൻലിനെസ് ആയാലും ഒക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. സോ ഭയങ്കര ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിപ്പോൾ ഇത്രയും കണ്ട സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഹോൾ ട്രിപ്പ് നമുക്ക് തന്നിട്ടുണ്ടായത്. നമ്മളിതപ്പോൾ സ്കോട്ട്ലൻഡിൽ എത്തിയിരിക്കുകയാണ്. സ്കോട്ട്ലൻഡിൽ എഡിൻബർഗ് എന്ന് പറഞ്ഞ സ്ഥലം. ഞാനൊന്ന് ഉറങ്ങി എണീറ്റപ്പോഴത്തേക്കാണ് കാഴ്ച. ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബിൽഡിങ്ങാണ് ഇവിടെ മൊത്തം. അതിൻ്റെ സിറ്റി ഏരിയയിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഭയങ്കര ഓൾഡ് ഒരു ബിൽഡിങ്. അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും. ഇറ്റ്സ് റിയലി നൈസ് ടു സീ. ഇത് സോ ഇപ്പോൾ നമ്മൾ സ്കോട്ട്ലൻഡിലെത്തി. ഒരു കാസിൽ, ഇവിടെ ഏറ്റവും പ്രശസ്തമായ കാസിൽ ഞാൻ കാണിച്ചു തരാം. ഒരു മലയുടെ മുകളിലാണ് ആക്ച്വലി ഈ കാസിൽ നിൽക്കുന്നത്. ഇറ്റ്സ് റിയലി നൈസ് ടു സീ. എന്താ സംഭവിച്ചു വെച്ചാൽ ഭയങ്കര തണുപ്പ്. നമ്മളിങ്ങനെ വിചാരിക്കും തണുപ്പില്ലാന്ന്. ബിക്കോസ് ഭയങ്കര സൺലൈറ്റൊക്കെ ഉണ്ട്. പക്ഷെ ഒരു 10 അടി നടക്കുമ്പോഴാണ് ഹിറ്റമ്മി ഭയങ്കര തണുപ്പാണല്ലോ തോന്നിപ്പോവുക.
സോ ദർ വാസ് നോ അതർ ഓപ്ഷൻ. നമ്മൾ സ്വെറ്റർ എടുത്തു. നല്ല തണുപ്പുണ്ടായി. നമ്മളിപ്പോൾ കാസിലേക്ക് പോവാണ്. സോ ഇതപ്പം എഡിൻബർഗ് കാസലിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുകയാണ്. കാണുന്നതാണ് സ്കോട്ട്ലൻഡ് സിറ്റി. സോ ബാക്കിൽ നമുക്ക് ഫുൾ സ്കോട്ട്ലൻഡ് സിറ്റി കാണാൻ വേണ്ടി പറ്റും. സോ നൈസ് വ്യൂ. സ്കോട്ട്ലൻഡിനെ പറ്റി എന്താണ് പറയാനുള്ളത്? സ്കോട്ട്ലൻഡ് എന്ന് പറഞ്ഞാൽ വെരി ഏൻഷ്യന്റ് സിറ്റി, ഓൾഡ് സിറ്റി. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും മറക്കില്ല ഈ സിറ്റി. സ്കോട്ട്ലൻഡിൽ വരണം എന്ന് തോന്നി. ബിക്കോസ് നമുക്ക് UK വരാൻ പറ്റിയാൽ ഡെഫിനറ്റ് ആയിട്ട് സ്കോട്ട്ലൻഡിൽ വരാൻ പറ്റും. ഇതിന് അടുത്തൊരു ഒരു സ്കൂളുണ്ട്. ഇതാണ് സ്കൂള്. സോ ഞങ്ങളിതാ ഇപ്പം ക്യാപിറ്റൽ ഓഫ് സ്കോട്ട്ലൻഡ് ഗ്ലാസ്ഗോയിലാണ്. ഇതൊരു വല്ലാത്തൊരു എന്താ പറയുക, അടിപൊളി ഒരു സിറ്റി ലൈഫ്, നൈറ്റ് ലൈഫ്. ഇവിടെ രാത്രി 8 മണിയാണ് സമയം. അപ്പം അതിൻ്റെ ഒരു നൈറ്റ് ലൈഫ് ശരിക്കും ഇവിടെ കാണാനുണ്ട്. ഭയങ്കര രസം. ലൈക്ക് എല്ലാ സ്ട്രീറ്റ്സും ഒരുമാതിരി ഒരേ സ്ട്രക്ചറിൽ വരുന്നതാണ്. സോ ഈ സ്ട്രീറ്റിൻ്റെ സൈഡിൽ കൂടെയുള്ളൊക്കെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന അതേ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുകയാണ് ഇവിടെ ആക്ച്വലി. യാ, സോ ഇതാണ് ഗ്ലാസ്ഗോ സിറ്റി. നമുക്ക് ഒരുപാട് ആൾക്കാരെയും അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും കൾച്ചറും പിടികിട്ടും. സോ നൈസ്, അടിപൊളി. സോ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ അന്ന് കണ്ട കാഴ്ചകളെല്ലാം. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ബൈ, ടേക്ക് കെയർ.